രാവിലെ എഴുന്നേറ്റ് റെഡിയായിട്ട് എങ്ങോട്ടേക്കാന്നല്ലേ ഒരു അമ്പല ദർശനത്തിന് പോകുന്നതാണ്. വേറെ എങ്ങോട്ടല്ല, ദ ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ട് ഇൻ ജപ്പാൻ, ദ സെൻസോജി ടെമ്പിൾ ഇൻ അസാകുസ. ജപ്പാനിൽ വന്നിട്ട് ആദ്യമായിട്ട് കാണാവുന്ന സ്ഥലവും ഈ ടെമ്പിളാണ്. അങ്ങനെ ടെമ്പിൾ എൻട്രൻസിലെത്തി. ഈ കാണുന്ന വലിയ കവാടത്തിൻ്റെ പേര് ഹൊസോമോൻ ഗേറ്റ് എന്നാണ്. ഈ റെഡ് ലാൻഡേൺ തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. 1500 കൊല്ലത്തെ പഴക്കമുള്ള ഈ ടെമ്പിൾ 645 AD ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഈ ടെമ്പിളിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്, പണ്ട് 2 മീൻപിടുത്തക്കാർക്ക് സുമിതാറ് പറഞ്ഞൊരു ബുദ്ധിസ്റ്റ് പ്രതിമയെ കിട്ടി. അവരതിനെടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. പിന്നെ അവരതിനെ തിരിച്ച് റിവറിലേക്ക് കൊണ്ടുവെക്കാൻ നോക്കിയപ്പോൾ അത് പിന്നെയും തിരിച്ചിവിടത്തേക്ക് തന്നെ വന്നതാണ്. അങ്ങനെ ഇവിടെ ഒരു ടെമ്പിൾ ബിൽഡ് ചെയ്തു. ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആയതുകൊണ്ട് ട്രഡീഷണൽ ജാപ്പനീസ് ആർക്കിടെക്ചറിൻ്റെയും ബുദ്ധിസ്റ്റ് ആർട്ട് വർക്കിൻ്റെയും ഒരു മിക്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ ഞാൻ ഒമിക്കുജിയുടെ അടുത്തെത്തി. ഒമിക്കുജി എന്ന് വെച്ചാൽ ജാപ്പനീസ് ഫോർച്യൂൺ സ്ലിപ്സ് ആണ്. ഒരു 100 ഞാൻ ഇൻസേർട്ട് ചെയ്താൽ നമുക്കും ഇതുപോലെ ഒരു നമ്പർ കിട്ടും. ആ നമ്പറുള്ള ബോക്സിൽ നിന്ന് ഒരു സ്ലിപ്പ് നമുക്ക് എടുക്കാം. ആ സ്ലിപ്പിൽ എന്താണോ ഫോർച്യൂൺ പറഞ്ഞിട്ടുള്ളത് അതാണ് നമ്മുടെ ഫോർച്യൂൺ. എനിക്ക് കിട്ടിയത് മീഡിയം ഫോർച്യൂണാണ്. ഇനി ഗുഡ് ഫോർച്യൂൺ എല്ലാം കിട്ടിയെങ്കിൽ ഇതുപോലെ ഇവിടെ ടൈ ചെയ്തിട്ട് തിരിച്ചു വരാം. അങ്ങനെ ടെമ്പിൾ വെച്ചിട്ടൊക്കെ ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ കാമക്കുറ കൊത്തോക്കോയിൽ കണ്ട പോലത്തെ ഒരു സിമിലർ ബുദ്ധിസ്റ്റ് സ്റ്റാച്ചു ഇവിടെ കാണാൻ പറ്റി. ഇതെന്ത് സ്റ്റാച്ചു ആണെന്ന് അറിയില്ല. കുറേ ആൾക്കാർ ഇങ്ങനെ മേലോട്ടേക്ക് നോക്കിയിരിക്കുന്ന ഒരു ടൈപ്പ് സ്റ്റാച്ചു. ഈ കാണുന്ന ഈ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് പഗോഡ. ഇതിൽ കാണുന്ന 5 ലെവൽസ് 5 എലമെന്റ്സാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കിയാൽ ടോക്കിയോ സ്കൈ ട്രീയും കാണാം. ഇന്ന് പിന്നെ നല്ല കാലാവസ്ഥയാണ്ട് ഈ ടെമ്പിളിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ നേരെ അവിടെയുള്ള നക്കാമീസ ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്ക് വിട്ടു. ഇവിടെ നമുക്ക് വേണമെന്ന് സൊവനീസൊക്കെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ ജാപ്പനീസ് ട്രഡീഷണൽ ഡ്രസ്സായിട്ടുള്ള കിമോനോ യുക്കാത്ത ഇങ്ങനെയുള്ള ഐറ്റംസ് ഇവിടുന്ന് വാങ്ങിക്കാം. അപ്പോഴേക്കും സമയം ഉച്ചയായി. അപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിട്ടു. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ പോയത് ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഈ റെസ്റ്റോറൻറ്റ് ലൊക്കേഷൻ വരുന്നത് കണ്ട സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ്. ഇവിടെ ജപ്പാനിൽ സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വന്നു. എല്ലാവർക്കും നാട്ടിലെ ഫുഡ് മിസ് ചെയ്തതുകൊണ്ട് നേരെ താലി മീൽസ് അങ്ങ് ഓർഡർ ചെയ്തു. ചിക്കൻ കറി, മട്ടൻ കറി, ദാൽ കറി, സാമ്പാർ, രസം അങ്ങനെ 5-6 കറികളോടുകൂടി നമ്മുടെ താലിയും എത്തി. ഫുഡ് അടിപൊളിയായിരുന്നു. ഇവിടെ കറികൾ കുറച്ച് എരിവ് കുറവായതുകൊണ്ട് പ്രത്യേകം പറഞ്ഞ് എരിവ് കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇതിന് പുറമെ ഞങ്ങൾക്ക് ഇവിടുന്ന് സ്പെഷ്യലായിട്ട് പായസം കൂടി കിട്ടി. അങ്ങനെ മനസ്സും വയറും നിറയെ സന്തോഷത്തിൽ അടുത്ത ലൊക്കേഷനിലേക്ക് വിട്ടു. നെക്സ്റ്റ് നമ്മൾ വന്നത് അക്കിഹാബാരയിലേക്കാണ്. ഇലക്ട്രോണിക്സ് ഗുഡ്സിൻ്റെയും ആനിമയുടെയും മാങ്കയുടെയും ഒക്കെ ഒരു ഫേമസ് ആയിട്ടുള്ള ലൊക്കേഷനാണ് അക്കിഹബാര ഓർ അക്കിബ. ഇവിടെ ഓദോബാഷി അക്കിബയിലേക്കാണ് നമ്മൾ വന്നത്. ഇതൊരു 9 നിലയുള്ള വലിയൊരു ഇലക്ട്രോണിക് ഷോപ്പാണ്. ഇവിടെ ഓരോ ഫ്ലോറും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ട 2 ഫ്ലോർ മാത്രമേ പോയുള്ളൂ. കാരണം ഓരോന്നും കണ്ടുതരാൻ അത്രയും സമയം വേണം. ഇവിടുത്തെ ഡൈക്കാസ്റ്റിൻ്റെ കളക്ഷൻ പിന്നെ പറയാതിരിക്കാൻ വയ്യ. ഡൈക്കാസ്റ്റിന് മാത്രം എത്രയോ ബ്രാൻഡ്സ് ഇവിടെയുണ്ട്. കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ ഞാൻ 2-3 കാർസ് വാങ്ങിയായിരുന്നു. ഓരോ മോഡലും അത്ര ഡീറ്റെയിലിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹോട്ട് വീൽസിൻ്റെയും ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഞാൻ ഇതുവരെ കാണാത്ത ഹോട്ട് വീൽസിൻ്റെ എത്രയോ ടൈപ്പ് മോഡൽസ് ഇവിടെ ഞാൻ കണ്ടു. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ പോയത് ഷിബുയയിലേക്കാണ്. ഷിബുയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്തിൻ്റെ ഇടയിൽ ഒരു ട്രെൻഡ് സെറ്റിങ്, അല്ലെങ്കിൽ ഒരു ഫാഷൻ ഹബ്ബ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതാണ് പാവം കുച്ചൻ. ഇതൊരു ജർമ്മൻ കേക്കാണ്. അടിപൊളി ടേസ്റ്റാണിത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷിബുയ സ്ക്രാമ്പിളിലെ 9th ഫ്ലോറിലാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ഈ ഒരു ഷോപ്പ് കണ്ടത്. ഇവിടെ ക്രോഷയുടെ വെറൈറ്റി ഓഫ് ത്രെഡ്സ് കാണാൻ പറ്റും. ചിലതൊക്കെ സോഫ്റ്റ് ടോയ്സിൻ്റെ സ്കിന്ന് പോലൊക്കെ ഇരിക്കും. ഇത്രയും വെറൈറ്റി ഐറ്റംസ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഒരു സ്പെഷ്യൽ ചായയും കുടിച്ച് ഞങ്ങളങ്ങ് ഇറങ്ങി. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി നടന്ന് ഷിബുയ ക്രോസിങ്ങിലേക്ക് എത്തി. അപ്പോഴേക്ക് ഓൾമോസ്റ്റ് സൺസെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ നൈറ്റാണ് ഭംഗി കൂടുതൽ. ഇതാ അങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ ഹാച്ചിക്കോ സ്റ്റാച്ചു കാണാം. ലാസ്റ്റ് ടൈം ഫോട്ടോ എടുത്തുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പോഴേക്ക് സിഗ്നൽ റെഡായി എല്ലാവരും റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് ദ ഫേമസ് ഷിബുയ ക്രോസിങ്. എല്ലാ സൈഡിൽ നിന്നും ആൾക്കാർ ക്രോസ് ചെയ്യുന്നുണ്ട്. ഈ ജംഗ്ഷനിൽ ഒറ്റ ടൈം എല്ലാ സിഗ്നൽ റെഡ് ആവും. അപ്പോൾ എല്ലാവരും സെൻട്രൽ കൂടെ ക്രോസ് ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് ഈ റോഡ് ക്രോസിങ് ഇത്ര ഫേമസ് എന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ജപ്പാനിൽ വേറെ ഒരു ക്രോസിങ്ങിൽ ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കാണാൻ പറ്റില്ല. ഷിബു ഒരു വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയതുകൊണ്ടും ഇത്രയും ആളുകൾ ഡെയിലി ഇവിടെ വിസിറ്റ് ചെയ്യുന്നതുകൊണ്ടും ഇവിടുത്തെ സിഗ്നൽ ക്രോസിങ് എപ്പോഴും ഫേമസ് ആയി തന്നെ ഇരിക്കും. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ മോഡിഫൈഡ് കാർസും ബൈക്സും ഒക്കെ ഇഷ്ടംപോലെ ആയിട്ട് കാണാൻ പറ്റും. ഓവറോൾ ജപ്പാൻ ഈസ് എ കാം ആൻഡ് പീസ്ഫുൾ പ്ലേസ് എക്സെപ്റ്റ് ദീസ് ടൂറിസ്റ്റ് സ്പോട്ട്സ്. നെക്സ്റ്റ് നമ്മൾ വന്നത് ഷിബുയ ഡോങ്ക്യുയിലേക്കാണ്. ഇതൊരു മസ്റ്റ് വിസിറ്റ് ഷോപ്പിംഗ് പാരഡൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു 8 നിലയുള്ള വലിയ ബിൽഡിംഗ് ആണ്. ഇവിടെ നമുക്ക് ജാപ്പനീസ് സ്നാക്സ് ആൻഡ് ക്യാൻഡി, സുവനീസ്, കോസ്മെറ്റിക്സ് ആൻഡ് സ്കിൻ കെയർ, ഇലക്ട്രോണിക്സ് തുടങ്ങി സ്പെഷ്യലൈസ്ഡ് അഡൽട്ട് സെക്ഷൻസ് വരെ കാണാൻ വേണ്ടി പറ്റും. മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഈ ജാപ്പനീസ് ക്യാൻഡി ആൻഡ് സ്നാക്സ് ഷോപ്പ് തന്നെയായിരുന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സ്. അവസാനം ഞാൻ ഈ ഒരു പാക്കറ്റിംഗ് എടുത്തു. അപ്പോഴാണ് കിറ്റ്കാറ്റിൻ്റെ ഒരു വലിയ ലോകം ഞാനിവിടെ കണ്ടത്. എന്തൊക്കെയോ ഫ്ലേവേഴ്സ് ഉണ്ട്. വെറും ചോക്ലേറ്റ് കിറ്റ്കാറ്റ് മാത്രമേ ഞാനിതുവരെ കണ്ടിട്ടുള്ളൂ. ഇവിടെയാണെങ്കിൽ സാക്കുറ, ദറ്റ, ചെറി ബ്ലോസത്തിൻ്റെ ഫ്ലവർ വെച്ച് ചെറിയ ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോഴാണ് ഈ റോബോട്ടിനെ കണ്ടത്. ഇതിനോട് ഹായ് പറഞ്ഞ് ഞാൻ നേരെ മേലേക്ക് പോയി. ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ ഈ പൂച്ച ഒറിജിനലാണെന്ന് തോന്നിയത്. അടുത്ത് വന്നപ്പോൾ സോഫ്റ്റ് ടോയാന്ന് തോന്നി. പക്ഷെ പിന്നെ മനസ്സിലായത് ഒരു ബാഗായിരുന്നു. പിന്നെ സമയം കുറേ ആയതുകൊണ്ടും വേറെ ഒന്നും വാങ്ങിക്കാനില്ലാത്തതുകൊണ്ടും അവിടെ നിന്ന് ഞാൻ ഇറങ്ങി.
പുറത്തെത്തിയപ്പോഴാണ് ഈ ഫിഷിനെ കണ്ടത്. ഇതെന്താണെന്ന് അറിയില്ല, പക്ഷെ കണ്ടപ്പോൾ നല്ല പേടിയായി. അങ്ങനെ നേരം നല്ലോണം ഇരട്ടിയതുകൊണ്ട് പുറത്തുള്ള ലൈറ്റ് അലങ്കാരങ്ങളൊക്കെ കണ്ട് മെല്ലെ നടന്നു. ഫൈനലി എൻ്റെ ഡേ ടോക്കിയോയിൽ കറങ്ങി തിരിഞ്ഞിന് നേരെ റൂമിലേക്ക്. അപ്പോൾ ബൈ.